ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളൊരു സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു ഹെയർ ബാൻഡുമായിട്ടാണ്. അതിനുവേണ്ടി നമ്മളിവിടെ എടുത്തിട്ടുള്ളത് പ്ലാസ്റ്റിക് ബീഡ്സാണ്. പേൾ ബീഡും എടുത്തിട്ടുണ്ട്, പ്ലാസ്റ്റിക് ബീഡ്സ് എടുത്തിട്ടുണ്ട്, പിന്നെ ഗോൾഡൻ കളറ് ഒരു കട്ടിങ്ങുള്ള ബീഡ് എടുത്തിട്ടുണ്ട്. ഒരു പ്ലാസ്റ്റിക് ഒരു ഫ്ലവറായിട്ടാണ് വരുന്നത്. ഇതുപോലത്തെ കുഞ്ഞു ഫ്ലവറാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ ഈ ഫ്ലവേഴ്സ്. അതിൻ്റെ സെൻറ്ററിൽ വെക്കാനായിട്ട് ഇതുപോലെ ഓനിയൻ പിങ്ക് ബീഡ് എടുത്തിട്ടുണ്ട്, പിന്നെ എൻഡ് ബീഡ് 2 എടുത്തിട്ടുണ്ട്. നമ്മൾ 4 mm തിക്നെസ്സിലുള്ള ഗിയർ വയർ എടുത്തിട്ടുണ്ട്. നമ്മൾ ബോമ്മൽ ചെറിയ ബോ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ബോമ്മൽ ജസ്റ്റ് ഒരു ഗിയർ വയർ ഇങ്ങനെ ചുറ്റി കൊടുക്കുകയാണ് വേണ്ടത്, ആദ്യം ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ആ പ്ലാസ്റ്റിക് ഫ്ലവർ ഇടുക, പിന്നെ ഒരു ബീഡ് ഇടുക, സെൻറ്ററിലൊരു ബീഡ് ഇടണം. ആ ബീഡ് ഒഴിവാക്കിയതിന് ശേഷം ഉള്ളിലൂടെ ഒന്ന് കോർത്തെടുക്കുകയാണ് വേണ്ടത്. എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റിയൊരു ഹെയർ ബോ ആണിത്. വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെ ഒന്ന് ഉള്ളിലൂടെ കോർത്തെടുക്കുക. നല്ലോണം വലിച്ച് കോർക്കണം, എന്നാൽ അവിടെ ടൈറ്റായിട്ട് ഇരിക്കുള്ളൂ. വേണമെങ്കിൽ അവസാനമായിട്ടൊന്ന് ഇങ്ങനെ ടൈറ്റ് ചെയ്തതിന് ശേഷം ആ ഫ്ലവർ ഒന്നിങ്ങനെ ചുറ്റിയെടുത്താലും മതി. അപ്പോഴും നല്ല ബോമ്മൽ നല്ല ടൈറ്റായി നിൽക്കും. ഇതുപോലെ നമ്മൾ കുറച്ച് എണ്ണം അങ്ങനെ ഇത് ഫുള്ളായിട്ട് ഈ ഒരു പാറ്റേണിൽ തന്നെ ചെയ്യുക. നിങ്ങളുടെ ഐഡിയ അനുസരിച്ചൊക്കെ മാറ്റി ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി ചെയ്യാവുന്നേ ഉള്ളൂ. ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ളത് സെൻട്രലായിട്ട് ഏകദേശം സെൻട്രലിൽ വരുന്ന രീതിയിൽ ഒരു 15 ഫ്ലവർ വരുന്നുണ്ട് ചെയ്തത്. 15 ഫ്ലവറാക്കി ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ അടുപ്പിച്ച് ഗ്യാപ്പ് വരാതെ ഓരോ ഫ്ലവർ ഇട്ടതിന് ശേഷം നമ്മൾ ഗിയർ വയർ ഒന്നിങ്ങനെ 2 തവണ ഒന്നിങ്ങനെ ചുറ്റിയെടുക്കുന്നുണ്ട്. ഇതുപോലെ ഇങ്ങനെ ചുറ്റിയെടുത്താൽ മതി. ഇത് ലൂസായി കിടന്നാൽ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആ ഫ്ലവർ ഒന്നിങ്ങനെ ഒന്ന് ചുറ്റിയെടുത്താൽ മതി. അപ്പോൾ അവിടെ ടൈറ്റായിരുന്നോളും. ഇനി നമുക്ക് വെക്കാനുള്ളത് പേൾ ബീഡും ഗോൾഡൻ ബീഡും ആണ്. ഇനി നമ്മൾ ഒരു ഗോൾഡൻ ബീഡ് ഇട്ടിട്ടുണ്ട്. ഇതൊരു ഡിസൈനുള്ള ഗോൾഡൻ ബീഡാണ്. പിന്നെ 3 പേൾ ബീഡ് ഇട്ട് വീണ്ടും നമ്മളൊരു ഗോൾഡൻ ബീഡ്, പിന്നെ ഒരു 3 പേൾ ബീഡ്, അങ്ങനെ ആ ഒരു ഓരോ ബ്ലോക്കുകളായിട്ടാണ് ചെയ്യുന്നത്. ഇത് ഗോൾഡൻ ബീഡ് ഇടാതെയും പല രീതിയിലും നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾ ഐഡിയ അനുസരിച്ച് ഏത് രീതിയിലും ചെയ്യാം. ഞാനിവിടെ ചെയ്തിട്ടുള്ളത് 3 പേൾ ബീഡ് പിന്നെ ഗോൾഡൻ ബീഡ് ആ രീതിയിൽ ചെയ്തു. പിന്നെ നമ്മളിവിടൊക്കെ ഒന്ന് പശ തേക്കുന്നുണ്ട്. എൻഡിലും പശ നന്നായിട്ട് തേക്കുക, എൻഡ് ബീഡ് ഇടുക. അവസാനം നമ്മൾ 4 പേൾ ബീഡാണ് ഇട്ടിട്ടുള്ളത്. അവസാനത്തെ അത് എൻഡ് ബീഡ് ഇടാൻ വേണ്ടി ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തതാണ്. ഗോൾഡൻ ബീഡ് ഇടുമ്പോൾ അവിടെ ഒരു ലൂസായി കിടക്കുന്നുണ്ട്. അപ്പോൾ അവസാനത്തിൽ 4 പേൾ ബീഡ് ഇട്ട്, അപ്പോൾ നല്ല ആ ഭാഗം നല്ല ടൈറ്റിൽ ഇരിക്കുന്നുണ്ട്. അതുപോലെ 2 ഭാഗം നമ്മൾ ചെയ്തെടുത്ത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു ബോണ്. കാണാനും നല്ല ഭംഗിയുണ്ടെന്ന് സിമ്പിളായിട്ട് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ ഒരു ടൈപ്പ് ബോ ഒക്കെ എന്തായാലും ഇഷ്ടപ്പെടും. ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക്